അപ്രതീക്ഷിതമായിരുന്നു കലാഭവൻ നവാസിന്റെ മരണം. പ്രിയപ്പെട്ടവരെയെല്ലാം നിത്യവേദനയിലാക്കിയിട്ടുള്ള വിയോഗം. ഇപ്പോഴിതാ നവാസിനെ അനുസ്മരിച്ച് പ്രശസ്ത മിമിക്രി കലാകാരൻ KS പ്രസാദ് പറഞ്ഞത് വൈറലാകുന്നത്. കുടുംബാംഗങ്ങൾക്ക് എല്ലാം പല കാര്യങ്ങളിലും നിർദ്ദേശം നൽകി പുതിയ വസ്ത്രങ്ങളും വാങ്ങിക്കൊടുത്ത ശേഷമാണ് നവാസ് അവസാന ഷൂട്ടിങ്ങിനായി പോയതെന്ന് പ്രസാദ് പറയുന്നു. കുടുംബസ്ഥനാണെന്നും ആ കുടുംബത്തിന്റെ അവസ്ഥ ആലോചിക്കുമ്പോൾ സങ്കടമാണെന്നും പ്രസാദ് പറഞ്ഞു. TV-യിൽ വരുന്നതിന് മുൻപ് കലാഭവനിലുള്ള ഒരു വ്യക്തിക്ക് ഇങ്ങനെ സംഭവിച്ചുവെന്ന് അറിഞ്ഞിരുന്നു. പേര് പറഞ്ഞില്ല. ഗ്രൂപ്പിലൊന്നും വന്നിരുന്നില്ല. ആദ്യം നവാസിനെ തന്നെയാണ് വിളിച്ചത്. പക്ഷേ ആരും ഫോൺ എടുത്തില്ല. പിന്നീട് നിയാസിനെ വിളിച്ചു. ഫോൺ എടുത്തതും അവൻ പ്രസാദേട്ട എന്ന് വിളിച്ചൊരു കരച്ചിലായിരുന്നു. അപ്പോൾ തന്നെ എനിക്ക് ഏകദേശം കാര്യം മനസ്സിലായി. ഞാൻ ഉടനെ പുറപ്പെട്ടു എന്ന് പ്രസാദ് പറയുന്നു. നവാസിനെ കുറിച്ച് നല്ല ഓർമ്മകൾ മാത്രമേ ഉള്ളൂ. മോശമായ ഒരു സംഭവവും പുള്ളിയെക്കുറിച്ച് ഓർക്കാനില്ല. പോസിറ്റീവായിട്ടുള്ള മനുഷ്യനാണ് നവാസ് എന്നും പ്രസാദ് പറയുന്നു. ഫാമിലിക്കൊപ്പം കഴിയാനാണ് നവാസിന് ഏറ്റവും താല്പര്യം. അതുപോലെ രഹനയും വളരെ പോസിറ്റീവാണ്. അഭിമാനിയായിരുന്നു. ശ്രമിച്ചിരുന്നുവെങ്കിൽ കുറേയധികം സിനിമകളിൽ നവാസിന് അവസരം കിട്ടുമായിരുന്നു. കഴിവുമുണ്ടായിരുന്നു. ഒരു കുഴപ്പവും നവാസിനെ കുറിച്ച് പറയാനില്ല. പോകുന്നതിന് മുൻപ് ഭാര്യയ്ക്കും മക്കൾക്കും എല്ലാം നവാസ് കുറേ ഡ്രസ്സ് വാങ്ങി നൽകിയിരുന്നു. പഴയതൊന്നും ഇടേണ്ട, ഇനി എല്ലാം ഫ്രഷ് ഇട്ടാൽ മതിയെന്ന് പറഞ്ഞു അത്രേ. അതൊക്കെ കേട്ടപ്പോൾ നവാസിന് എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യാനും പറയാനും തോന്നിയതെന്ന് എനിക്ക് തോന്നിപ്പോയി. നവാസിന് ഇങ്ങനെ സംഭവിക്കുമെന്ന് സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരു ഞെട്ടലായിരുന്നു എന്ന് KS പ്രസാദ് പറഞ്ഞു. എല്ലാം ഒരുങ്ങി തന്നെയാണ് നവാസ് ഈ മരണത്തിലേക്കുള്ള യാത്ര പോയിരിക്കുന്നത്. അത് പണ്ടുള്ളവർ പറയുന്നത് പോലെ മരണത്തിലേക്ക് ഒരു മനുഷ്യൻ അടുക്കുമ്പോൾ എത്രയൊക്കെ ഒരുക്കങ്ങൾ അവർ നടത്താറുണ്ട്. അവർ അറിയാതെ തന്നെ പല കാര്യങ്ങളിലും ഒരുക്കം നടത്താറുണ്ട്. അത്തരത്തിലും നവാസും തൻ്റെ എല്ലാ ജോലികളും പൂർത്തിയാക്കിയ ശേഷമാണ് ഈ ലോകത്തോട് വിട പറഞ്ഞത്. കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.